ഹായ് ഹലോ. അപ്പോൾ നമുക്കിതാ ഇന്നൊരു പുതിയ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ. നമുക്കൊരു കുബ്ബൂസ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടത്. കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ കട്ടയൊക്കെ ഉണ്ട്. അതായത് ഈസ്റ്റ് പൊതിരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ചെറിയ ചെറിയ കട്ടയായിട്ടുണ്ടാവും. അതൊക്കെ നല്ല രീതിയിൽ അടച്ചിട്ട് ഇങ്ങനെ ഫൈനായിട്ട് ഇളക്കിയെടുക്കുക. അത് ഏകദേശം ഒരു 5-10 മിനിറ്റ് അതവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് കുബ്ബൂസിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം. നമുക്ക് മൈദപ്പൊടിയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 500 മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഈ പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ എടുത്ത് വെച്ചേക്കുന്ന മൈദയിലോട്ട് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് മാറ്റി വെച്ചേക്കുന്ന ഈസ്റ്റിൻ്റെ വെള്ളമല്ലേ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കുറച്ച് കുഴച്ചെടുക്കുന്നത് പോലെ എടുക്കുക. അപ്പോൾ അത് ആ കയ്യിലൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പറ്റി പിടിക്കുക. അതൊന്നും നോക്കേണ്ടതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം തറയിൽ കുറച്ച് എന്താ പറയുക മൈദപ്പൊടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദപ്പൊടി കുറച്ച് വിതറിയിട്ട് ഈ മാവ് അതിലിട്ടിട്ട് നല്ല രീതിയിൽ കൈകൾ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ലോണമായിട്ട് അത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മൾ എത്ര സമയം വെക്കുന്നോ അത്രയും സമയം കൊണ്ടാണ് ഇത് നല്ല രീതിയിൽ ഒന്നുകൂടി സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിവിടെ അടച്ച് വെച്ചേക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം നോക്കാം. അതിന് സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അതായത് കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ലീഫിൻ്റെ പേരെൻ്റെ അടുത്ത് മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. അപ്പോൾ അതും കുറച്ച് ക്യാബേജ്, ഒരു കുഞ്ഞു കഷ്ണം ക്യാബേജ്, 2 ക്യാരറ്റ്, ഓണിയൻ, ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അധികം വേറെ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം മക്കൾ അങ്ങനെ കഴിക്കൊന്നുമില്ല. പിന്നെ ഈ കൊറിയാണ്ടർ ലീഫ് അതേപോലെ തന്നെ അങ്ങനെയുള്ള കറി ലീവ്സ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. മക്കൾക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. അതിൻ്റെ ഫ്ലേവറൊന്നും അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതാ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ല വൃത്തിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഞാൻ കുറച്ച് ചിക്കനെ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ ബോൺലെസ് ആണ് നമുക്ക് വേണ്ടത്. വേവിച്ചിട്ട് കുടഞ്ഞെടുത്താൽ മതി. അപ്പോൾ ആ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് ഞാൻ പാക്കറ്റ് കടയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമ്മളൊരു 2 വിസിൽ പെട്ടെന്നുള്ള 2 വിസിൽ വേവിച്ചെടുക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ കുബൂസിൻ്റെ ബാറ്ററി ഞാൻ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ ചെറിയ ചെറിയ ബൗളാക്കി എടുത്തിട്ടുണ്ട്. 500 മൈദയാണ് നമ്മളിവിടെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 കുബൂസ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെയും നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന മാവ് വെച്ചിട്ട് അതിൽ ആദ്യം കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പരത്തുക. അതിന് ശേഷം നമ്മുടെ ചപ്പാത്തിക്കോല് വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കും പോലെ വലിയ വലുപ്പത്തിൽ വേണ്ട ഏകദേശം കുബൂസിൻ്റെ ഒരു റൗണ്ടിൽ വലിഞ്ഞെടുത്തിട്ട് പരത്തിയെടുക്കുക. എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പരത്തി വെച്ചേക്കുന്ന കുബൂസ് ഒരു എന്താ പറയുക നമ്മൾ മറിച്ചിട്ട് കഴിയുമ്പോൾ ആ സൈഡിലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയിരിക്കണം. ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ബബിൾസൊക്കെ പൊന്തും. ആ സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. അതാ ചെറിയൊരു ബ്രൗൺ കളറായി വരും. നല്ല രീതിയിൽ ഇത് പൊന്തിക്കിട്ടും. നമ്മൾ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കരുത്. അത് ദോശക്കല്ല് വെച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ലോണം പൊന്തി കിട്ടും. അങ്ങനെ ഞാനിവിടെ 8 കുബൂസും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ചിക്കൻ വേവിച്ചിട്ട് ആ ചിക്കൻ വേവിച്ചത് നമ്മൾ ബോണ് കളഞ്ഞിട്ട് ചിക്കൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി, കുരുമുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് മയോണൈസും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം അരിഞ്ഞിട്ട് അതിലും കുറച്ച് മയോണൈസ് ആഡ് ചെയ്ത് കൈ കൊണ്ട് കുഴച്ചിട്ടുണ്ട്. അതിൽ ഉപ്പ് പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ഫൈനലായിട്ട് നമ്മളെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതൊരു വീഡിയോ ആയതുകൊണ്ട് 2 രീതിയിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമ്മളടുത്ത് അങ്ങനത്തെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ നേരത്തെ പറഞ്ഞു കൊറിയാണ്ടർ ലീഫും അതേപോലെ തന്നെ സോസ് അതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് റോളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാതെ നമുക്ക് പ്ലേറ്റായിട്ട് വാങ്ങുന്ന രീതിയിൽ വേണമെങ്കിൽ ആ ലെവലിലും ആക്കിയെടുക്കുക. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ഏട്ടനും മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതിനെക്കാളും കുറച്ചുകൂടി ടേസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും തീരെ മോശമുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.